ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് 2021 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയത് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ബോട്ടിൽ ആർട്ടിൽ മ്യൂറൽ പെയിൻറ്റ് ചെയ്തതിനായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം കൊണ്ട് ഞാനൊരു 27-28 ബോട്ടിലോളം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇരുന്ന് ചെയ്ത് അങ്ങനെ എനിക്ക് കഷ്ടപ്പെട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. അത് കൊറോണ ടൈമിൽ തന്നെ ഞാൻ ഈ ബോട്ടിൽ ആർട്ട് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് യൂട്യൂബിലൊന്നും ആ വീഡിയോ ഇട്ടിട്ടില്ല. കാര്യം അത് കുറച്ച് നാൾ മുന്നേ കിട്ടിയതായത് തന്നെ ഓൾറെഡി അത് അൺബോക്സ് ചെയ്ത് വെച്ചിരുന്ന സാധനമായിരുന്നു. അപ്പം ഞാൻ പിന്നെയും ഇത് ഒന്ന് പാക്കൊക്കെ ചെയ്ത് ഒന്നും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എന്ന് യൂട്യൂബിൽ കിടക്കുമല്ലോ. ക്യാമറ ഇവിടെ ആയിരുന്നു, ഞാൻ നമ്മുടെ ഫേസ് നോക്കിയിട്ടോ സംസാരിക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം കാണും, എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ദേ നമ്മുടെ വീഡിയോ ഇന്നിതാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. നേരത്തെ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് ഞാൻ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഫോട്ടോസ് വന്ന ബുക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഏകദേശം ഒരു 2000 രൂപ അടുപ്പിച്ചെന്തോ ആണ്. അപ്പോൾ ഏതിനകത്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. 2022 കാണുമെന്നാണ് പറഞ്ഞത്, പക്ഷേ 22-ലേതിനകത്തില്ല, 23-ലേതിനകത്തുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ചടപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആണ് കേട്ടോ നമുക്ക് കൊറിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. DTDC കൊറിയർ വഴിയാണെന്ന് തോന്നുന്നു, അതോ പ്രൊഫഷണൽ കൊറിയർ വഴിയാണോ എനിക്കറിയില്ല. അങ്ങനെ നമുക്ക് കൊറിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവർ പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാനാട്ടോ പ്ലാസ്റ്റിക് ഇട്ട് വെച്ചത്. ഇത് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു, തണുപ്പൊക്കെ കയറിയിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഈ ഒരു ബോക്സിൻ്റെത്. അതുകൊണ്ട് ഞാനിത് പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് നല്ല സെക്യൂർ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ ഫ്രണ്ട് ക്യാം ആയതുകൊണ്ട് നിങ്ങൾക്കിത് അല്ലാതെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഇത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇതുപോലൊരു മെഡൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നൊക്കെ എഴുതി നമ്മുടെ ഫ്ലാഗിൻ്റെ ഇതായിട്ടുള്ള മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലൊരു ബാഡ്ജ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നൊക്കെ എഴുതിയൊരു ബാഡ്ജ് ഉണ്ടായിരുന്നു. പിന്നെ 2 കാർ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു പെൻ വരുന്നുണ്ട്, പിന്നെ എൻ്റെ ഒരു ID കാർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അത് ഇത്രയും സാധനങ്ങളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ടുണ്ടായിരുന്നത് അവരുടെ മുന്നത്തെ എഡിഷൻ്റെ ഇതുപോലൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്തിനാ കുറേ പേരുടേത് ഇതുപോലെ കിട്ടിയിരിക്കുന്ന കുറേ പേരുടേത് ഉള്ളൊരു ബുക്കായിരുന്നു കേട്ടോ. എൻ്റെതും അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടാവാതിരിക്കാം. നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും കയ്യിൽ പൈസ വരുമ്പോൾ വാങ്ങി വെക്കാം എന്ന് കരുതുന്നു. അപ്പം ഇതായിരുന്നു ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ. എന്നിട്ട് ഇതൊരു ID കാർഡ് ഉണ്ടായിരുന്നു, എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച്. ഈ ഫോട്ടോസൊക്കെ നമ്മൾ അയച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ്, നമ്മൾ മെയിൽ വഴിയാണ് എല്ലാ ഇതിൻ്റെ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ ഇതായിരുന്നു. അത് വെച്ച് എൻ്റെ ഒരു ID കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പെൻ, നല്ല വെയിറ്റുള്ള അടിപൊളി ഒരു പെൻ വന്നിട്ടുണ്ട്. അതിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു.
കുറേ ആഗ്രഹിച്ച് ചെയ്ത കാര്യമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. അതൊക്കെ വലിയ കാര്യമല്ലേ, എനിക്കത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഞാനങ്ങനെ ഡ്രോയിങ് പഠിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്, എല്ലാം വരയ്ക്കാൻ ഇഷ്ടമാണ്. എങ്കിലും എനിക്ക് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പഠിക്കണം. ഇതിനകത്ത് ഇത്രയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാനിതെടുത്ത് കഴുത്തിലിട്ടത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ തമ്പനയിൽ ഇടാൻ ഫോട്ടോസ് വേണമല്ലോ, അപ്പം അങ്ങനെ എടുത്തിട്ടതാണ് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. ഇത് കാണാൻ വിട്ട് നല്ല കട്ടിയാണ്, ഇതിന് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഐഡിയ കിട്ടിയത് ഈ കൊറോണ ടൈമിൽ ഫേസ്ബുക്കിലൊക്കെ നോക്കിയപ്പോൾ കുറേ പിള്ളേർക്ക് ഇങ്ങനെ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടത് ആരും ചെയ്യാത്ത ടൈപ്പ് ഒരു കണ്ടന്റ് വേണം, എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് വേണം. അപ്പം നമ്മളത് അവർക്ക് അയച്ചു കൊടുക്കുമ്പം അവരത് ഒന്നുകിൽ റിജക്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ അപ്രൂവ് ചെയ്യും. എന്തായാലും നമുക്ക് മെയിൽ വരും, നമ്മൾ മെയിൽ വഴിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ ഞാൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത സബ്ജക്റ്റ് റിജക്റ്റ് ചെയ്തു, സെക്കൻഡ് അയച്ചു കൊടുത്തത് റിജക്റ്റ് ചെയ്തു, മൂന്നാമത് അയച്ചു കൊടുത്തതാണ് അവർ അപ്രൂവ് ചെയ്ത് തന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അവർ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവരോട് മെയിൽ വഴിയാണ് നമ്മൾ അയച്ചു കൊടുത്തിരുന്നതും എല്ലാം സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഓരോന്നും നമുക്ക് മെയിൽ വഴിയാണ് അവരിങ്ങനെ അയച്ചു തന്നുകൊണ്ടും ഇരുന്നത്. അങ്ങനെ അപ്രൂവ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളെടുത്ത് നമ്മൾ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവർ ഫോണിൽ വിളിച്ച് നമ്മളെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യും കുറേ കാര്യങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി എന്നുള്ളതിൻ്റെ മെയിൽ വന്നത്. അതൊരു രാത്രി ടൈമിലെങ്ങാണ്ടായിരുന്നു വന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ ഇത് വലിയ കാര്യമാണോ എന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ, വേറൊന്നുമില്ല. വേറെന്ത് പറയേണ്ടതെന്ന് എനിക്ക് ഇങ്ങനെ അറിയില്ല. അപ്പം എന്തുമായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഞാൻ കുറേ വീഡിയോസൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. കൂടി എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് ഒരു 35-50 പേരിനകത്തേ ഉള്ളൂ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്, ലോങ് വീഡിയോസ്. ഇത് എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല. കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ